ഹലോ ഹായ് നമസ്കാരം. സൂ ലൈഫിൻ്റെ മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ സൂ ലൈഫിലൂടെ കുറേ കാര്യങ്ങൾ, കുറേ മൃഗങ്ങളെ പറ്റിയും പക്ഷികളെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡിലും മനസ്സിലാക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോരോ പുതിയ പുതിയ മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഏവർക്കും ആകാംക്ഷയുണ്ടെന്നറിയാം. ഇന്നും നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് ബേർഡ്സിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഈഗിളും മറ്റൊന്ന് വൾച്ചേഴ്സും. നമ്മുടെ ട്രിവാൻഡ്രം സൂവിലുള്ള ഈഗിളും വൾച്ചേഴ്സിനുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വൾച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 കാറ്റഗറി ഓളം വൾച്ചേഴ്സാണ് ഉള്ളത്. ഒന്ന് സാധാ വൾച്ചർ, കഴുകൻ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വൾച്ചർ, പിന്നെ ഒരെണ്ണം ഹിമാലയൻ വൾച്ചർ, പിന്നെ ഒന്ന് ബംഗാൾ വൾച്ചർ. ഇങ്ങനെ 3 തരത്തിലുള്ള കഴുകന്മാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പരുന്തുകളും വളരെ ഭംഗിയുള്ള ചിറകുകളുള്ള വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളാണ് ഇവ രണ്ടും. ശവം തീനികളെന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ കഴുകന്മാരല്ലേ. പലപ്പോഴും പേടിയോടെ മാത്രം കണ്ടിരുന്ന പക്ഷികളാണ് ഈ വൾച്ചറും ഈഗിളും. എന്നാൽ ഇന്ന് ആ പേടിയൊക്കെ മാറാൻ പോവുകയാണ്. നമുക്ക് പരിചയപ്പെടാം ആ ഈഗിളിനെയും വൾച്ചറിനെയും പറ്റി. ഈ ഈഗിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവ അതിർത്തി കൈവിട്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇണയെ കൂടി ഇവ എപ്പോഴും കൂടെ കൂട്ടാറുണ്ട്. അതൊരു ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇണ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പറക്കാൻ കഴിവുള്ള ഒരു പരുന്തിനെ കൂടി ഇവ കൂടെ ചേർത്തിട്ടാണ് പലപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത്. കാരണം ഇവർ അതിർത്തി കൈവിട്ട് പോകുന്നു ഭയപ്പെടുന്ന ആൾക്കാരാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവ മാറി മാറി സഞ്ചരിക്കാറും പതിവുണ്ട്. ഈ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള ഈഗിൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ ഈഗിൾസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അവിടെയുള്ള മറ്റ് ഹാബിറ്റേറ്റിൻ്റെ അളവും ഗണ്യമായി കുറയുന്നുണ്ട്. കാരണം അവിടെയുള്ള മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവ ഭീഷണിയായിട്ട് നിൽക്കാറുണ്ട്. മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവ പിടിച്ച് തിന്നുന്നത് കാരണം മറ്റുള്ള ജീവജാലങ്ങൾ അവിടെ ഗണ്യമായി കുറയുന്നു എന്നാണ് അമേരിക്കൻ സർവേ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവിടുത്തെ അമേരിക്കയിൽ ഈ മറ്റ് ജീവജാലങ്ങളെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിങ് തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇവയുടെ പോപ്പുലേഷൻ ഗണ്യമായി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്ത് പോകുന്നതിന്, ബാലൻസ് ചെയ്ത് പോകുന്നതിനും വേണ്ടിയിട്ടും അമേരിക്കയിൽ പ്രത്യേക ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നു. ഈ അമേരിക്കയിൽ കണ്ടുവരുന്ന പരുന്തുകൾക്കാണെങ്കിൽ 3.5 തൊട്ട് 5 കിലോഗ്രാം വരെ ഭാരം പൊതുവായിട്ട് കാണുന്നുണ്ട്. അവയുടെ ചിറകുകളും ശരീരഘടനയും കുറച്ച് ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളത്തിന് മുകളിൽ കൂടി വളരെ അനായാസം പറന്നു പോകാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടിയുണ്ട്. ഇതിൻ്റെ മുട്ട വിരിയുന്ന സമയം എന്ന് പറഞ്ഞാൽ 32 മുതൽ 40 ദിവസമാണ് ഈഗിൾസിൻ്റെ മുട്ട വിരിയാനായിട്ട് എടുക്കുന്ന സമയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 മുട്ടകളായിരിക്കും ഇവ കോമൺലി ഇടുന്നത്. അതിൽ ഒരു കുഞ്ഞായിരിക്കും പലപ്പോഴും ജീവനോടെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് 201 മുതൽ 322 കിലോമീറ്റർ വരെ വേഗതയിൽ, മണിക്കൂറിൽ 201 മുതൽ 322 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പറക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഈഗിൾസിനുണ്ടെന്നുള്ളതാണ്. വേറൊരു കാര്യം, ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ മെച്യൂർഡ് ആയിട്ടുള്ള ഈഗിൾസിൻ്റെ അത്രയും കാഴ്ചശക്തി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവ കുഞ്ഞായിരിക്കുമ്പോൾ ചത്ത മീനുകളെയൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. കാരണം എനിക്ക് വെള്ളത്തിന് മുകളിൽ കൂടി പറന്നു പോകാനോ അല്ലെങ്കിൽ ഇരയെ തേടി പിടിക്കാനോ ഉള്ള ഒരു പ്രത്യേക ഐസൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ ചത്ത ശവശരീരങ്ങളും അല്ലെങ്കിൽ മീനുകളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഭക്ഷണമാക്കുന്നത്. ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, അതുപോലെ വുഡ്ലാൻഡ്, സാവന എന്നീ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അവയ്ക്ക് അവിടെ പ്രത്യേക ബൗണ്ടറി ഒന്നും വേണ്ടല്ലോ. ഇഷ്ടംപോലെ അവർക്ക് പറന്ന് നടക്കാൻ പറ്റുന്ന ഏരിയ ആയതുകൊണ്ടും അവിടെ ക്ലൈമറ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നതും ഈ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇവയെ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണപ്പരുന്തിനെയും ചക്കിപ്പരുന്ത്, ഇപ്പോൾ നമ്മളിവിടെ മ്യൂസിയത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ചക്കിപ്പരുന്തിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ചക്കിപ്പരുന്തും കൃഷ്ണപ്പരുന്തും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ ഒരുപോലെ തന്നെയാണ് കുഞ്ഞിലേ ഇരിക്കുന്നത്. ഇവ മെച്ചുവേർഡ് ആകുമ്പോഴാണ് രണ്ടും രണ്ട് രീതിയിലേക്ക് ഫോം ചെയ്യുന്നത്. അതുവരെ മെച്ചുവേർഡ് ആവുന്നത് വരെയും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ചക്കിപ്പരുന്ത് ഏതാണ് കൃഷ്ണപ്പരുന്തെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
പരിചയപ്പെടുന്നത് വൈറ്റ് ബെല്ലഡ് സീ ഈഗിളിനെ പറ്റിയിട്ടാണ്. വെള്ള വയറൻ ഈഗിൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, അതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ക്യൂട്ടാണ് ഈ ഈഗിളിനെ കാണാനായിട്ട്. അതിൻ്റെ വയറിൻ്റെ അടിഭാഗവും തലയും കാലുകളും ഒക്കെ വെളുത്ത നിറത്തിലാണ്. ഇതിൻ്റെ പുറത്തുള്ള തൂവലുകൾ, അതായത് പുറത്തുള്ള ചിറകുകൾ വന്നിട്ട് ചാരനിറവും അതിൻ്റെ കണ്ണുകളും അതുപോലെ തന്നെ ചാരനിറമാണ്. പിന്നെ അതിൻ്റെ നീളമുള്ള നഖങ്ങളുണ്ടല്ലോ, അതും ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. വളരെ ഭംഗിയുള്ള, കാണാൻ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ബേർഡാണ് ഈ സീ ഈഗിൾ എന്ന് പറയുന്നത്. വെള്ള വയറൻ സീ ഈഗിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കടൽ തീരങ്ങളിലാണ് കൂടുതലായിട്ടും ഇവയെ കാണാനായിട്ട് സാധിക്കുക. മറ്റ് സ്ഥലങ്ങളിൽ ഇത് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. കടൽ തീരങ്ങളിലാണ് ഇവയെ നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവ മുട്ടയിടുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 2 മുട്ടകൾ തന്നെയാണ് സാധാരണ ഈഗിൾസ് ഇടുന്നത് പോലെ 1-2 മുട്ടകൾ തന്നെയാണ് ഇവയും ഇടുന്നത്. പിന്നെ ഇവയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കൂട് വയ്ക്കുന്നത് കുറച്ച് മടിയന്മാരാണ് കേട്ടോ. കാരണം അവരിങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ കൂടുണ്ടാക്കാതെ ഒരു തവണ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ വർഷവും മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പതിവ്. അല്ലാതെ പുതിയ പുതിയ കൂട് വെച്ചിട്ട് അങ്ങോട്ട് താമസം മാറി പോകുന്ന ഒരു പ്രകൃതക്കാരല്ല ഇവർ. കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട് തന്നെ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു ബേർഡാണ് ഈ ഈഗിൾ എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. 2.2 മീറ്റർ ആണ് ഇത് ചിറക് വിരിക്കുമ്പോൾ. വിങ് സ്പാൻ എന്ന് പറയുന്നത് 2.2 മീറ്റർ ആണ്. അതായത് 7.2 ഫീറ്റാണ് ഇവ ചിറക് വിരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളവയറൻ ഈഗിളിന് ജനിക്കുമ്പോൾ തന്നെ ഈ നിറമായിരിക്കില്ല കേട്ടോ. ഈ ഇപ്പോൾ കാണുന്ന പോലെ ഭംഗിയുള്ള അടിഭാഗം വെള്ളയും ഗ്രേയും കളർന്ന ചിറകുകളൊന്നും ആയിരിക്കില്ല ജനിക്കുമ്പോൾ. എല്ലാം ജനിക്കുമ്പോൾ ബ്രൗൺ കളറിലായിരിക്കും ജനിക്കുന്നത്. ഇവ മെച്ചുവേർഡ് ആവുന്നത് ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഇവ മെച്ചുവേർഡ് ആവുന്നത്. ആ ടൈമിലാണ് ഇവ കറക്റ്റ് കളർ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റും അടിഭാഗം വൈറ്റും ചിറകുകൾക്ക് ഗ്രേ നിറമായിട്ട് മാറുന്നത് ഒരു 4-5 വയസ്സാകുമ്പോഴായിരിക്കും ഈ ഒരു വളരെ ഭംഗിയുള്ള ഈഗിളായിട്ട് ഇവ മാറുന്നത്. പിന്നെ ഇതിനെ കോമൺ ആയിട്ട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കടൽ തീരങ്ങളിലാണ് ഇവയെ കാണുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീലങ്ക, സൗത്ത് ഏഷ്യ, ഇന്ത്യയിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇതൊരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിലാണ് ഈ ഒരു വൈറ്റ് ഈഗിളിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മത്സ്യങ്ങളാണ്. കടൽ തീരത്ത് കാണുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് കൂടുതലും കഴിക്കാനായിട്ട് ഇഷ്ടം മീനുകളെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവ കടൽ തീരങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇതൊരു പവർഫുൾ ബേർഡാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ശക്തിയുടെയും പിടിച്ചുവാങ്ങലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി സിമ്പലായിട്ടാണ് പൊതുവേ ഈഗിളിനെ കണക്കാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തീയും പുകയൊക്കെ ഉയരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വട്ടമിട്ട് പറക്കുന്നതായിട്ട് കാണാം. കാരണം അവിടെ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവ തീയും പുകയും കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വട്ടമിട്ട് പറക്കുന്നത് ഒരു ശീലമാണ്. മാത്രമല്ല ചില ഈഗിളൊക്കെ 35 വയസ്സ് വരെ ജീവിക്കുന്ന ഈഗിൾ വരെ നമ്മുടെ ലോകത്തുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ വേറൊരു ഭീഷണിയായിട്ട് പറയുന്നത് വിമാനങ്ങളൊക്കെ, ഇത് വളരെ ഉയരത്തിൽ വിമാനത്തിനൊപ്പം തന്നെ ഉയർന്ന് പറക്കുന്ന ഒരു ബേർഡാണ്. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾക്കൊക്കെ ഇത് പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. അവർക്ക് വിമാനം പറത്താനൊക്കെ ഈ ബേർഡ് അപകടകാരികളായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴുകൻ അഥവാ വൾച്ചേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. എഗിപെസ് മൊനാക്കസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എഗിപെസ് മൊനാക്കസ് എന്നാണ് സയൻറ്റിഫിക് നെയിം. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാംസബുക്കുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ഈഗിളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മാംസബുക്കുകൾ തന്നെയാണ്. ഇരപിടിയൻ മാംസബുക്കുകൾ എന്നാണ് ഈ വൾച്ചേഴ്സിനെ പൊതുവായിട്ട് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത്. ഈ ട്രിവാൻഡ്രം സൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള വൾച്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്ന് ബ്ലാക്ക് വൾച്ചേഴ്സ്, കരിങ്കഴുകൻ എന്നാണ് അതിനറിയപ്പെടുന്നത്, ബ്ലാക്ക് വൾച്ചർ. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഹിമാലയൻ വൾച്ചർ. അതിനെ വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, കൈലാഷ് എന്നും പറയുന്നുണ്ട് കേട്ടോ. കൈലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈലാസനാഥൻ്റെ ഒരു വാസസ്ഥലമാണ് ഹിമാലയം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കൈലാഷ് എന്നും പേര് പറയുന്നുണ്ട്. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബംഗാൾ വൾച്ചേഴ്സ്. ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള വൾച്ചേഴ്സാണ് ട്രിവാൻഡ്രം സൂവിലുള്ളത്. മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 സ്പീഷീസ് ഉണ്ട് കേട്ടോ. മൊത്തം വൾച്ചേഴ്സിൻ്റെ സ്പീഷീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 കാറ്റഗറി ആയിട്ടാണ് ഈ വൾച്ചേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈഗിളിൻ്റെ കാര്യം നോക്കിയപ്പോൾ 60 സ്പീഷീസ് ഉണ്ടായിരുന്നു. ഇതിൽ വൾച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ 30 സ്പീഷീസാണ് പൊതുവായിട്ട് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് ഈ വൾച്ചേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ വൾച്ചേഴ്സിനെ കാണാൻ പറ്റും. ഈവൻ ഐലൻഡിൽ പോലും ഇവയെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏത് ക്ലൈമറ്റിനെയും തരണം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഇവയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഇവയെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്.
കഴുകന്മാരെ വിളിക്കുന്ന വേറൊരു പേരെന്തെന്നറിയോ? പൈലറ്റ് നൈറ്റ് മെയർ എന്നാണ്. പൈലറ്റ് നൈറ്റ് മെയർ. ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ 2300 അടി ഉയരത്തിൽ വരെ പറക്കാൻ ഇവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ വിമാനം പറക്കുന്ന ആ ഒരു ലെവലിൽ വരെ ഇവയ്ക്ക് പറക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ആ ഒരു പേര് വിളിക്കുന്നത്. വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണമാക്കുന്ന ഇരയുടെ എല്ല് മാത്രമേ ഇവ അവശേഷിപ്പിക്കാറുള്ളൂ. ബാക്കി അതിൻ്റെ ബോഡിയിലുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും അത് കഴിച്ചിട്ട് അതിൻ്റെ എല്ലുകൾ മാത്രമേ ഈ വൾച്ചേഴ്സ് ഉപേക്ഷിക്കാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ ഷാർപ്പ് ഐസൈറ്റാണ്. വളരെ ദൂരെ നിന്ന് തന്നെ ആ ഇരകളുടെ പൊസിഷനും അവ നിൽക്കുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാനുള്ളൊരു ഷാർപ്പ് ഐസൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാണാൻ വളരെ കൗതുകം തോന്നുന്ന പല ടൈപ്പുകളിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഏകദേശം 30 സ്പീഷീസിലാണ് ഈ വൾച്ചേഴ്സിനെ കാണുന്നത്. നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ സൈസായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്ന പുതിയ രീതിയിലൊക്കെ വളർന്നു വന്ന വൾച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഴയതിനെക്കാട്ടിലും അതിൻ്റെ ബോഡി വെയിറ്റ് ആണെങ്കിലും രൂപത്തിലാണെങ്കിലും കുറച്ച് ചെറുതാണ് ഇപ്പോൾ ഉള്ള വൾച്ചേഴ്സ്. പഴയ കാലത്ത് ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിപ്പത്തിൽ വളരെ വലുതായിരുന്നു വൾച്ചേഴ്സ്. 64 to 81 സെൻറ്റിമീറ്ററാണ് ഇവയുടെ പൊക്കം എന്ന് പറയുന്നത്. ലെങ്ത്ത് വന്നിട്ട് 98 to 120 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ബോഡി വെയിറ്റ് നോക്കുകയാണെങ്കിൽ 7 to 14 കിലോഗ്രാം, 7 മുതൽ 14 കിലോഗ്രാം വരെയാണ് ഇവയുടെ ബോഡി വെയിറ്റ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി അവർ ഇരയെ ഭക്ഷിക്കാറില്ല. വളരെ കൂട്ടമായിട്ടാണ് ഇവ അറ്റാക്ക് ചെയ്യുന്നത്. ഇവ കൂട്ടത്തോടെ ഈ സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കെറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇരയെ കണ്ടു കഴിഞ്ഞാൽ അവ ഒറ്റയ്ക്ക് പോയി അറ്റാക്ക് ചെയ്യാറില്ല, കൂട്ടത്തോടെയാണ് വരുന്നത്. ഇങ്ങനെ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതിനെയാണ് കെറ്റിൽ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് വൾച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെന്യൂ. അപ്പോൾ രണ്ടും കേൾക്കാൻ വളരെ കൗതുകം തോന്നുന്ന പേരാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് വാക്കുകളാണ് ഇവ അല്ലേ, കെറ്റിലും വെന്യൂ. അതുതന്നെയാണ് ഇവയെ വിളിക്കുന്ന പേരുകളെന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ചലനം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് കൊണ്ടാണ് അതിനെ ഈ പേരിൽ അറിയപ്പെടുന്നത്. മണിക്കൂറിൽ 48 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത്. പിന്നെ മുട്ടയിടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മുട്ട മാത്രമേ സാധാരണയായിട്ട് ഈ വൾച്ചേഴ്സ് ഇടാറുള്ളൂ. ഈഗിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ 1, 2, 3 ഒക്കെയാണ് ഈഗിൾ ഇടുന്നത്. അതേസമയം വൾച്ചേഴ്സ് വന്നിട്ട് ഒരൊറ്റ മുട്ട മാത്രമേ ഇടുകയുള്ളൂ. അതിൻ്റെ നിറം എന്ന് പറയുന്നത് പല പല കളറിലാണ് കാണുന്നത്. ചിലപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും, ചിലപ്പോൾ ബ്രൗൺ കളറായിരിക്കും. അങ്ങനെ പല കളറിലും ഇത് മുട്ട ഇടാറുണ്ട്. ഇവ ഡ്രൈ സീസണിലാണ് കൂട് വയ്ക്കുന്നതും മുട്ടയിടുന്നതും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ കൂട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മുട്ട ഇടുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. പൊതുവെ വൾച്ചേഴ്സിനെ വിളിക്കുന്നത് അപകടകാരികൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവ മറ്റുള്ള ജീവികളെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് ഇവയെ പൊതുവെ അപകടകാരികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളാണ്. പലതരത്തിലുള്ള എലികളെയാണ് ഇവർക്ക് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം. ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെയും കഴിക്കും, എങ്കിലും കൂടുതൽ അവയ്ക്ക് താല്പര്യം, ഫേവറേറ്റ് ഫുഡായിട്ട് പറയുന്നത് എലികളെയാണ് കേട്ടോ. ഈ വൾച്ചേഴ്സിനെ ആഹാരമാക്കുന്നത് ചില കാട്ടുപൂച്ചകൾ, പാമ്പുകൾ, ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷി, ഇതൊക്കെയാണ് ഇവയെ ഭക്ഷണമാക്കി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. ഇവയുടെ ചുണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? വളരെ ഷാർപ്പ് ആൻഡ് കർവ്ഡ് ആയിട്ടുള്ള ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ ഷാർപ്പ് ആൻഡ് കർവ്ഡ് ആയിട്ടുള്ള ചുണ്ടുകളാണ് ഇവയ്ക്ക് പൊതുവേ കണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെ കാണുന്നത് മരുഭൂമിയിലും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, വെള്ളത്തിൻ്റെ സാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇവയൊക്കെ ഇത് കോമൺ ആയിട്ട് സെവാന ഏരിയാസിലൊക്കെ കൂടുതലായിട്ട് ഇവയെ കാണുന്നുണ്ട്. മരുഭൂമിയിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും മൃഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ള ഒരു സൗകര്യം കൂടി അവയ്ക്കുണ്ട്. കാരണം മരച്ചില്ലകളിൽ ഒന്നും കൂടുതലായിട്ടില്ലാത്ത, മരങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവയ്ക്ക് അവിടെ കൂടുതലായിട്ടും ഈ മൃഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള അനിമൽസിനെ ഇവ കൂടുതലും അറ്റാക്ക് ചെയ്യാറില്ല. പൊതുവെ ഒരു മടിയന്മാരാണ്, കുറച്ച് ലേസി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ മെനക്കെടാറില്ല ഒരു കാര്യത്തിനായിട്ട്. ബേർഡ്സ് ഓഫ് പ്രേ വിഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത് വൾച്ചേഴ്സ്. വൾച്ചേഴ്സ് 2 വിഭാഗത്തിലാണ് അവയെ പെടുത്തിയിട്ടിരിക്കുന്നത്. ഒന്ന് ആക്സിപെറ്റിഡെ എന്ന ഒരു ഫാമിലിയും അതുപോലെ രണ്ടാമത്തെ ഫാമിലി എന്ന് പറയുന്നത് കഥാർട്ടിഡയാണ്. ആക്സിപെറ്റിഡെ എന്ന് പറയുന്നത് ഓൾഡ് വേൾഡ്
ഈ വൾച്ചേഴ്സാണ്. അതുപോലെ കത്താർട്ടിഡ എന്ന് പറയുന്നത് ന്യൂ വേൾഡ് വൾച്ചേഴ്സാണ്. ഒരു കൂട്ടം വൾച്ചേഴ്സിന് സാധാരണ വെന്യൂ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കൂട്ടം വൾച്ചേഴ്സിൻ്റെ കൂട്ടത്തെ വെന്യൂ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ തിരുവനന്തപുരം മൃഗശാലയിൽ 3 തരത്തിലുള്ള വൾച്ചേഴ്സാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് സിനറസ് വൾച്ചേഴ്സ്, ബംഗാൾ വൾച്ചർ, അതുപോലെ തന്നെ ഹിമാലയൻ വൾച്ചറാണ്. സിനറസ് വൾച്ചർ അതിനെ കരിങ്കഴുകൻ എന്നാണ് പറയുന്നത്. ഈ സിനറസ് വൾച്ചറാണ് ഈ ഓൾഡ് വേൾഡ് വൾച്ചേഴ്സിലെ ഏറ്റവും വലിയ വൾച്ചർ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ വൾച്ചർ വിഭാഗത്തിലെ ഏറ്റവും ഹെവിയസ്റ്റായ ഏറ്റവും വലിയതുമായ വൾച്ചർ എന്ന് പറയുന്നത് സിനറസ് വൾച്ചറാണ്. ഈ സിനറസ് വൾച്ചർ വളരെ ഉയരത്തിൽ അതിന് പറക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വിമാനമൊക്കെ പോകുന്ന ആ ഒരു റീജിയനിൽ കൂടി കാണപ്പെടുന്നതുകൊണ്ട് പൈലറ്റുമാർ എപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു ജീവിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹിമാലയൻ വൾച്ചറാണ്. ഹിമാലയൻ വൾച്ചറെ സാധാരണയായിട്ട് കാണുന്നത് ഹിമാലയൻ താഴ്വരയിലും അതുപോലെ തന്നെ ടിബറ്റൻ പ്ലാറ്റ്യൂ റീജിയനിൽ കൂടിയാണ് ഇതിനെ കാണുന്നത്. ഹിമാലയൻ വൾച്ചർ ഇത് ഈ സിനറസ് വൾച്ചറിനെ പോലെ തന്നെ നല്ല സൈസുള്ള ഒരു ജീവിയാണ്. 3 മീറ്റർ വരെ വരും അതിൻ്റെ വിങ്സ് ഫാൻ എന്ന് പറയുന്നത്. ജീവന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ളത് ഡൈക്ലോഫെനാക് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ്. സാധാരണ ഈ ഹിമാലയൻ വൾച്ചർ അതിനെ ഭക്ഷണമാക്കുന്നത് യാക്ക് പോലെയുള്ള ജീവികളും അതുപോലെ തന്നെ മറ്റ് കന്നുകാലികളെയാണ് അത് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. ഈ ഡൈക്ലോഫെനാക് എന്ന കീടനാശിനി വന്നതിന് ശേഷം ഇത് കഴിച്ച് മരിക്കുന്ന ചത്തുപോകുന്ന ഈ കന്നുകാലികളെ ഹിമാലയൻ വൾച്ചർ ഭക്ഷണമാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബംഗാൾ വൾച്ചറാണ്. ഈ ബംഗാൾ വൾച്ചർ അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ജിപ്സ് ബംഗാളെൻസിസ് എന്നാണ്. നമുക്കിവിടെ ഒരു ബംഗാൾ വൾച്ചറാണ് ഇപ്പോൾ ഉള്ളത്. ബംഗാൾ വൾച്ചറിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റ് വൾച്ചറിൽ നിന്നും തരംതിരിക്കാൻ വേണ്ടി സാധിക്കും, പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ പുറം ഭാഗത്ത് കഴുത്തോട് ചേർന്നിട്ട് ചെറിയൊരു വൈറ്റ് പാച്ച് ഫെതേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തലയും കഴുത്തും തൂവലൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. ബെയറാണ് അതിൻ്റെ തലയും കഴുത്തും. ബംഗാൾ വൾച്ചർ സാധാരണ കാണപ്പെടുന്നത് ഇന്ത്യയിലും അതുപോലെ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ മേഖലകൾക്കൊക്കെയാണ് ഈ ബംഗാൾ വൾച്ചറിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 35 ദിവസം വരെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് ഈ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരു 3 മാസം വരെയൊക്കെ ഈ ഇതേ കൂട്ടിൽ തന്നെ തള്ളയുടെ കൂടെ കാണും. കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഡാർക്ക് നിറമായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ നിറത്തിലുള്ള വരകൾ കാണുന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവ ഒരു 13 ഗ്രൂപ്പായിട്ടാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത്. ഇര തേടുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇവയ്ക്ക് ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കാനാണ് ഇഷ്ടം. കുറഞ്ഞത് ഒരു 13 പേരെങ്കിലും ഇവരുടെ ഒരു ഗ്രൂപ്പിനകത്ത് കാണാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വളരെ പേടിയോടെ മാത്രം കണ്ടിരുന്നതാണ് വൾച്ചേഴ്സ് അല്ലെങ്കിൽ കഴുകന്മാരെന്ന് പറയുന്നത് അല്ലേ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ പേടി ഉളവാക്കുന്ന അല്ലെങ്കിൽ ശവം തീനികളെന്നറിയപ്പെടുന്ന ഒരു പക്ഷിയായിരുന്നു വൾച്ചേഴ്സ്. പക്ഷേ ഇപ്പോൾ അടുത്തറിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയും അവയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആഗ്രഹം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സൂ ലൈഫ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും കാത്തിരിക്കുക. നല്ലൊരു സൂ ലൈഫിന് വേണ്ടി എവർക്കും ഗുഡ് ബൈ.